Hello friends, welcome back. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ യൂസസ് എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് ബാക്കി നോക്കാം. Terminals are the starting and stopping points in any telecommunication network environment. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എൻവയോൺമെന്റിന്റെ സ്റ്റാർട്ടിംഗും സ്റ്റോപ്പിംഗ് പോയിന്റിനാണ് ടെർമിനൽസ് എന്ന് പറയുന്നത്. Telecommunication processors support data transmission and reception between terminals and computers by providing a variety of control and support functions. They include network interface card, modem, multiplexer and internet worked processors. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ഇതിനു വേണ്ടി സഹായിക്കുന്നത്. ഒരു കമ്പ്യൂട്ടറിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ പരസ്പരം ബന്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നതിനാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, മോഡം, മൾട്ടിപ്ലെക്സർ ആൻഡ് ഇന്റർ വർക്ക്ഡ് പ്രോസസ്സേഴ്സ്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് NIC ഈസ് എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കമ്പോണന്റ് ദാറ്റ് കണക്ട്സ് എ കമ്പ്യൂട്ടർ ഇൻറ്റു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതിനെ പറയുന്നവരാണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. എ മോഡം ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിഗ്നൽ ഇൻറ്റു എ അനലോഗ് ടെലിഫോൺ സിഗ്നൽ ആൻഡ് കൺവേർട്ട് എ അനലോഗ് ടെലിഫോൺ സിഗ്നൽ ഇൻറ്റു എ ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിഗ്നൽ ഇൻ എ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിനെയാണ് മോഡം യൂസ് ചെയ്യുന്നത്. അടുത്തത് multiplexer is a communication processor that allows a single communication channel to carry simultaneous data transmission from many terminals. അപ്പോൾ ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ മെനി ടെർമിനൽസിൽ നിന്നുള്ള ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് മൾട്ടിപ്ലെക്സർ വഴിയാണ്. അടുത്തത് ഇന്റർനെറ്റ് വർക്ക് പ്രോസസ്സേഴ്സ്. The telecommunication network are interconnected by special purpose communication process called switches, router, hub, ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് സ്വിച്ച് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സർ ദാറ്റ് മേക്സ് കണക്ഷൻ ബിറ്റ്വീൻ ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ഇൻ എ നെറ്റ്വർക്ക് സോ ദാറ്റ് എ ടെലികമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ക്യാൻ ബി റീച്ച് ഇറ്റ് ഇൻറ്റൻഡഡ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ സ്വിച്ച് എന്താണെന്ന് പഠിക്കുക. സ്വിച്ച് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ ദാറ്റ് മേക്സ് കണക്ഷൻ ബിറ്റ്വീൻ ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ഇൻ എ നെറ്റ്വർക്ക്. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നതിന് സ്വിച്ച് യൂസ് ചെയ്യുന്നു. അടുത്തത് റൂട്ടർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ ദാറ്റ് ഇന്റർകണക്ട്സ് നെറ്റ്വർക്ക് ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് റൂൾസ് ഓർ പ്രോട്ടോകോൾസ് സോ ദാറ്റ് എ ടെലികമ്മ്യൂണിക്കേഷൻ മെസ്സേജ് ക്യാൻ ബി റൂട്ടഡ് ടു ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ റൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ ദാറ്റ് ഇന്റർകണക്ട്സ് നെറ്റ്വർക്ക് തമ്മിൽ ഇന്റർകണക്ട് ചെയ്യുന്നു. സ്വിച്ച് യൂസ് ചെയ്യുന്നത് ടെലികമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുന്നു. റൂട്ടർ രണ്ട് നെറ്റ്വർക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്നു. അടുത്തത് ഹബ് ഈസ് എ പോർട്ട് സ്വിച്ചിങ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ. ദിസ് അലൗസ് ഫോർ ഷെയറിംഗ് ദ നെറ്റ്വർക്ക് റിസോഴ്സസ് സച്ച് എസ് സെർവർ, ലാൻ, വർക്ക് സ്റ്റേഷൻ, പ്രിൻ്റർ, എക്സെട്ര. അപ്പോൾ അതിനുവേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് റിസോഴ്സ് ഷെയർ ചെയ്യാൻ വേണ്ടി ഹബ് യൂസ് ചെയ്യുന്നു. അടുത്തത് ബ്രിഡ്ജ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ ദാറ്റ് കണക്ട്സ് ന്യൂമറിക്കൽ ലാൻസ്. അപ്പോൾ പല ലോക്കൽ ഏരിയ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യുന്നത് ബ്രിഡ്ജ് വഴിയാണ്. അടുത്തത് റിപ്പീറ്റർ is a communication processor that boosts or amplifies the signal before passing it to the next section. അപ്പോൾ റിപ്പീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീക്കായിട്ട് വരുന്ന സിഗ്നലിനെ അത് ബൂസ്റ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് വിടുന്നു. അടുത്തത് ഗേറ്റ് വേ is a communication processor that connect network that use different communication architecture. അപ്പോൾ പല ഡിഫറെൻറ്റ് ആർക്കിടെക്ചർ യൂസ് ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സറിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. The telecommunication channels are the part of telecommunication network that connect the message source and message receiver. The data transmitted and received over channels and use variety of telecommunication media. Telecommunication media grouped into guided media and unguided media. അപ്പോൾ ഒരു ടെലികമ്മ്യൂണിക്കേഷൻ ചാനൽ ഈസ് എ പാർട്ട് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഇത് ഗൈഡഡ് മീഡിയ ഉണ്ട്, അൺഗൈഡഡ് മീഡിയ ഉണ്ട്. അപ്പോൾ ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേബിൾ യൂസ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനാണ്. അപ്പോൾ 3 തരം കേബിൾ ഉണ്ട്. ഒന്ന് ട്വിസ്റ്റഡ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെലിഫോൺ വയർ, ഓർഡിനറി ടെലിഫോൺ വയർ, അതുപോലത്തെ കാര്യങ്ങൾ. ഇറ്റ് ഈസ് എ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മീഡിയ ഫോർ ടെലികമ്മ്യൂണിക്കേഷൻസ്. അടുത്തതാണ് കോയാക്സിൽ കേബിൾ കുറച്ചും കൂടി കോപ്പർ ആൻഡ് അലൂമിനിയം വയറാണ് ചെയ്യുന്നത്. ഇത് TV-യിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ്, കോയാക്സിൽ കേബിളാണ്. അടുത്തത് ഫൈബർ ഒപ്റ്റിക്സ്. ഇപ്പോൾ നമ്മൾ കാണാറുണ്ട് ഇൻ്റർനെറ്റൊക്കെ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾസ് എന്നൊക്കെ പറയാറുണ്ട്. ദിസ് മീഡിയ കൺസിസ്റ്റ് ഓഫ് 1 or more hair thin filaments. Single signals are converted into light form and fired laser in burst. Optical fibers can be carried digital as well as analog signals. അപ്പോൾ ഡിജിറ്റൽ അനലോഗ് സിഗ്നൽസും ക്യാരി ചെയ്യാൻ പറ്റും ഫൈബർ ഒപ്റ്റിക്സിന്.
അപ്പോൾ ഇതിന് ഫൈബർ ഒപ്റ്റിക്സിന് ഗ്രേറ്റർ ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്, കോയാക്സിലിനും ഡിജിറ്റൽ പെയറിനും ഉപേക്ഷിച്ച് നല്ല ഗ്രേറ്റർ കപ്പാസിറ്റി ഉണ്ട്. അടുത്തതാണ് അൺഗൈഡഡ് മീഡിയ. അൺഗൈഡഡ് മീഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗൈഡ് ചെയ്യാൻ ഒരു കേബിൾ വയറിംഗ് ആയിരിക്കില്ല, ഓൺലൈൻ ടെറസ്ട്രിയൽ മൈക്രോവേവ്, റേഡിയോ വേവ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നോട്ട് ബൗണ്ടഡ് ടു എ കേബിൾ മീഡിയ. കേബിൾ മീഡിയ അല്ലാതെ വരുന്നതിനാണ് അൺഗൈഡഡ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ടെറസ്ട്രിയൽ മൈക്രോവേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവോൾവ് എർത്ത് ബൗണ്ട് മൈക്രോവേവ് സിസ്റ്റം which transmit high speed ratio signals into a line of sight path between relay section spaced approximately 30 miles apart. Terrestrial microwave media uses a atmosphere as a medium through which it transmits signals. അടുത്തത് റേഡിയോ വേവ്സ്. വയർലെസ് നെറ്റ്വർക്ക് do not require any physical media or cable for transmission. Radio waves are invisible from electromagnetic radiation. വേവ് ലെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലിമീറ്റർ ടു 1 lakh കിലോമീറ്റർ വരെ വരാം. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ് ആണ്. അടുത്ത മൈക്രോവേവ്. മൈക്രോവേവ്സ് ആർ റേഡിയോ വേവ്സ് ദാറ്റ് വേവ് ലെന്ത് റേഞ്ചിങ് ഫ്രം 1 meter ടു ഷോർട്ടർ as 1 millimeter. They are used in radar system, radio astronomy, navigation and spectroscopy. ഇവിടെ മൈക്രോവേവ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻഫ്രാറെഡ് വേവ്സ്. ഇൻഫ്രാറെഡ് ലൈറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ, സയൻറ്റിഫിക് ആൻഡ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ്. അവിടെയാണ് അത് യൂസ് ചെയ്യുന്നത്. അടുത്താണ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആസ് എ അറ്റ്മോസ്ഫിയർ ആസ് എ മീഡിയം ത്രൂ വിച്ച് ട്രാൻസ്മിറ്റ് സിഗ്നൽസ്. എ സാറ്റലൈറ്റ് ഈസ് എ സോളാർ പവർഡ് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് റിസീവ്, ആംപ്ലിഫൈസ് ആൻഡ് റിട്രിമിറ്റ് സിഗ്നൽസ്. They are usually exclusive for high volume as well as long distance communication. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ച് വിടുക. അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആർ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ദാറ്റ് കണക്ട് ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് ഡിവൈസ് വിത്തിൻ എ ലിമിറ്റഡ് ഫിസിക്കൽ ഏരിയ. അപ്പോൾ ഒരു ചെറിയ ഏരിയയിൽ നെറ്റ്വർക്ക് കവർ ചെയ്യുന്നതിനാണ് ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓഫീസേഴ്സ്, ക്ലാസ് റൂം, ബിൽഡിങ്സ് എന്നിവയെല്ലാം കവർ ചെയ്യാനാണ് ലാൻ യൂസ് ചെയ്യുന്നത്. ലാൻ യൂസ് എ വെറൈറ്റി ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ മീഡിയ സച്ച് as ordinary telephone wiring, coaxial cable, wireless radio systems to interconnect computer system. To communicate over the network, a PC usually has a circuit board called network interface card. Most LAN use a powerful microcomputer with a large disk capacity. LAN allow end users in a work group to communicate electronically, share hardware, software and data resources. അടുത്തതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, മാൻ. മാൻ ഈസ് എ സംവെയർ ബിറ്റ്വീൻ ലാൻ ആൻഡ് എ വാൻ. അപ്പോൾ 3 എണ്ണം ഉണ്ട്, ലാൻ, മാൻ, വാൻ. അപ്പോൾ ഇതിൻ്റെ നടുക്ക് വരുന്നതാണ് മാൻ. The term man sometimes used refers to the network which connects a system or local area network within a metropolitan area. അപ്പോൾ ഒരു 40 കിലോമീറ്ററിൻ്റെ ഏരിയ ഉള്ളിനകത്ത് കവർ ചെയ്യുന്നതിനാണ് മാൻ എന്ന് പറയുന്നത്. A man interconnects the computer resources in a geographical area larger than covered by land but smaller than man. A man can support both data and voice. Cable television network are examples of man. അപ്പോൾ ടേബിൾ നെറ്റ്വർക്കിന് മാനിൻ്റെ എക്സാമ്പിളാണ്. എ മാൻ ജസ്റ്റ് ഹാസ് 1 or more cables and does not contain switching elements. അപ്പോൾ മാൻ ജസ്റ്റ് 1 or more 2 cables ഉണ്ടാവുള്ളൂ, സ്വിച്ചിങ് എലമെൻറ്റ്സ് മാനിൽ ഉണ്ടാകില്ല. അടുത്താണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, വാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആർ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ദാറ്റ് കവർ ലാർജ് ജോഗ്രഫിക് ഏരിയാസ് കവർ ചെയ്യുന്നതിനാണ് വാൻ എന്ന് പറയുന്നത്. വിത്ത് വേരിയസ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് സച്ച് as ലോങ് ഡിസ്റ്റൻസ് ടെലിഫോണിക് സർവീസ്, സാറ്റലൈറ്റ് ട്രാൻസ്മിഷൻ, അണ്ടർസീ കേബിൾസ്. ലാർജ് സിറ്റി, വോൾ കൺട്രി ഓർ മെനി കൺട്രീസിനെ കണക്ട് ചെയ്യുന്നതിന് വാൻ യൂസ് ചെയ്യുന്നു. അടുത്തതാണ് നമുക്ക് നെറ്റ്വർക്ക് ടോപ്പോളജി പഠിക്കുക. ഇത് സിലബസിൽ ഇല്ല, ജസ്റ്റ് വായിച്ചു പോകാം, കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. സ്റ്റാർ നെറ്റ്വർക്ക്. എ സ്റ്റാർ നെറ്റ്വർക്ക്, എ പോപ്പുലർ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഇൻവോൾവ്സ് എ സെൻട്രൽ യൂണിറ്റ് ഹാസ് എ നമ്പർ ഓഫ് ടെർമിനൽസ് ടൈഡ് ഇൻ ടു. അപ്പോൾ ഒരു സെൻട്രൽ യൂണിറ്റിനകത്ത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ടൈസ് എൻഡ് യൂസർ കമ്പ്യൂട്ടർ ടു എ സെൻട്രൽ കമ്പ്യൂട്ടർ. അപ്പോൾ സെൻട്രൽ കമ്പ്യൂട്ടറിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവണം. എ സെൻട്രൽ യൂണിറ്റ് ഈസ് എ സ്റ്റാർ നെറ്റ്വർക്ക് ദാറ്റ് ആക്ട് ആസ് എ ട്രാഫിക് കൺട്രോളർ എമംഗ് ദ അതർ കമ്പ്യൂട്ടേഴ്സ് ടു ടൈ ഇൻ. അപ്പോൾ സെൻട്രൽ ഇതിനെയാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, തന്നെ ഫയൽ സെർവറായിട്ട് ആക്ട് ചെയ്യും. എ സ്റ്റാർ നെറ്റ്വർക്ക് ഈസ് എ വെൽ സ്യൂട്ടഡ് ടു കമ്പനീസ് വിത്ത് 1 large data process facility shared by number of smaller departments. Many star networks take from the hierarchical networks within a centralized approach. Advantage എന്ന് പറഞ്ഞാൽ സെർവർ യൂസർ can use the central unit at the same time. Easy to add nodes and remove existing nodes. A node failure does not bring down the entire network. It is easier to diagnose a network problem within a central hub. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ്. ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇപ്പോൾ മെയിൻ സെൻട്രൽ യൂണിറ്റ് ഡൗൺ ആയി പോയിട്ടുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റും ഡൗൺ ആയി പോകും. കൺസിഡർഡ് ലെസ് റിലയബിൾ ദാൻ റിംഗ് നെറ്റ്വർക്ക്. Since the other computer in the star are heavy dependent on the central host. If it is failed, there is no backup processing. Cost of cabling is high ആയിരിക്കും. അടുത്താണ് ബെസ്റ്റ് നെറ്റ്വർക്ക്. ബെസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിംഗിൾ ലെങ്ത് വയർ ആയിരിക്കും. ഫീച്ചർ ഓഫ് ബെസ്റ്റ് നെറ്റ്വർക്ക് ഓൾ കമ്മ്യൂണിക്കേഷൻ ട്രാവൽ അലോങ് വിത്ത് ദിസ് കേബിൾ വിച്ച് ഈസ് കോൾഡ് എ ബസ്. ബസ് നെറ്റ്വർക്ക് ആസ് ഡീസെൻട്രലൈസ്ഡ് അപ്രോച്ച്. There is no host computer or file server which makes best network reliable as well as easy to understand. If one microcomputer fails, it will not affect the entire network. Require the least amount of cable to connect the computers together, then therefore is less expensive. It is easy to extend. A repeater can also use to extend the best configuration. Disadvantage is heavy network traffic can slow a bus considerably since any computer can transit at any time. Each connection between two cables weakens the electronic signal. The bus configuration can be difficult to troubleshoot. അടുത്താണ് റിംഗ് നെറ്റ്വർക്ക്. A ring network is much like a bus network except the length of wire, cable and connect from a loop. The characteristics of a ring network are local computers processors tied together sequentially in a ring which each device being connected to other devices. A ring network has a decentralized approach. When one computer needs data from another computer, that data passes the ring. Considered more reliable and less costly than star network because if one computer fails, the other computers in the ring can continue to process their own work. Advantage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the ring network do not require a central computer വേണ്ട. Each computer connected to the network can communicate directly. അപ്പോൾ ഡയറക്റ്റ്ലി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Ring network is not a susceptible to breakdown വരാറില്ല. Ring network offer high performance. Ring network can span longer distance, easily extendable ആണ്. Disadvantage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ expensive ആണ്. Failure of one computer network can affect the whole network. It is difficult to troubleshoot a ring network. Adding or removing the computer can disrupt the network. അടുത്തതാണ് mesh network. Mesh network എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ in the structure there is a random connection of nodes using communication link. A mesh network may be fully connected or connected with only partial link. In fully interconnected topology, each node is connected by a decided point-to-point link to every node. The reliability is very high, so there is always alternative paths available if the direct link between two nodes down or dysfunction. Fully connected networks are not very common because of high cost. Only military installations which need high degree of redundancy may have such a network that too with a small number of nodes. Advantage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ yield the greatest amount of redundancy in the event that if one node fails, the network traffic can be redirected to another node. Network problem are easier to diagnose. Disadvantage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a high cost ആണ്. അടുത്തത് എക്സ്ട്രാനെറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. എക്സ്ട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പുറത്തത്തെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ ദ കമ്പനി കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്റ്റും സൈബർ റോങ്സ് അവയർനെസ് ലെവലും ഇത്തരം കാര്യങ്ങളാണ് നമുക്കിനി പഠിക്കാനുള്ളത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി ഇൻ്റർനെറ്റ് ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.